വിശുദ്ധമായ റമളാനു ശരീഫ് വളരെ അടുത്ത് എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ മജ്‌ലിസ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച ഒരുപക്ഷെ വിശുദ്ധമായ റമളാനിന്റെ ഒന്നാമത്തെ പകലിലായിരിക്കും അല്ലെങ്കിൽ പ്രഭാതത്തിലായിരിക്കും നമ്മുടെ മജ്‌ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനു ശരീഫിലേക്ക് അല്ലാഹു നമ്മളെയൊക്കെ എത്തിച്ചു തരട്ടെ. ഈമാനോടെ തഖ്വയോടെ ആ മാസത്തെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ഞായറാഴ്ചയും നടക്കാറുള്ളത് പോലെ തന്നെ വിശുദ്ധമായ റമളാനിലും ഇൻഷാ അല്ലാഹ് ഇതേ സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ മജ്‌ലിസ് ഉണ്ടായിരിക്കുക എന്ന് ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വിശുദ്ധമായ റമളാനു ശരീഫ് നമ്മിലേക്ക് കടന്നു വരികയാണ്. പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരം മേഖലയിൽ കിറ്റുമായി സാന്ത്വന സ്പർശമായി നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ ഈ CM മസ്ജിദ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയൊരു സംരംഭം കൂടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കാത്ത എന്നാൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായ വസ്ത്രങ്ങൾ, അതേപോലെ പാത്രങ്ങൾ, അതേപോലെ പാഠപുസ്തകങ്ങൾ, വായിക്കാൻ പറ്റിയ ഇസ്ലാമികമായ പരമായ പുസ്തകങ്ങൾ, കിതാബുകൾ, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാത്തതും മറ്റൊരാൾക്ക് കൊടുത്താൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന 25-ാം തീയതി രാവിലെ 7 മണി മുതൽ 10 മണി വരെ തവളഞ്ചിനയിൽ പ്രത്യേകമായി അത് സ്വീകരിക്കുന്നു. നമ്മുടെ പ്രവർത്തകന്മാർ അത് ഏറ്റുവാങ്ങി അതിനർഹരായ ആളുകളുടെ കരങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളാൽ കഴിയുന്ന നമ്മുടെ പരിസരങ്ങളിൽ നിന്നൊക്കെ ഈ സന്ദേശം എത്തിച്ച് അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പാവപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കാത്ത, നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന അത്തരം ഉപയോഗ വസ്തുക്കൾ പാവപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് എത്താനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും പുണ്യമായ, വളരെ മഹത്തരമായ വിശുദ്ധമായ റമളാൻ ആ മാസത്തെ സ്വീകരിക്കാനുള്ള അവസാന ഒരുക്കങ്ങൾക്കുള്ള അവസാന സമയമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരാഴ്ച സമയം. ഒരുങ്ങാത്തവർക്ക് ഒരുങ്ങാൻ മാനസികമായും ശാരീരികമായും എല്ലാ നിലക്കും ഒരുങ്ങണം. പഴയ കാലത്ത് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ നനച്ചുകുളി പരിപാടി നടക്കാറുണ്ട്. വീട്ടിലെ എല്ലാ വസ്തുക്കളും കഴുകി വൃത്തിയാക്കി എല്ലാ നിലക്കും ആ റമളാനിനെ സ്വീകരിക്കാൻ നമ്മുടെ പരിസരങ്ങളും വീടുകളും പള്ളികളും ഒക്കെ അതിന് ഒരുങ്ങുന്ന ഒരു പരിപാടിയാണ് നനച്ചുകുളി പരിപാടി എന്ന് പറയാം. മാത്രമല്ല നമ്മുടെയൊക്കെ വീടുകളിൽ അരിയും മല്ലിയും മുളകുപൊടിയും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ അവശ്യ വസ്തുക്കളും നേരത്തെ തന്നെ റമളാനിന്റെ മുമ്പ് തന്നെ പിന്നെ ഇതൊക്കെ പൊടിക്കുന്ന മില്ലുകളിൽ ചെന്ന ഇപ്പൊ വളരെ തിരക്കനുഭവപ്പെടുന്ന ഒരു സമയമാണ്. കാരണം റമളാനിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വീട്ടിൽ സജ്ജമാക്കുന്ന ഒരു സമയം കൂടെയാണ് ഈ സമയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് എല്ലാ സംവിധാനങ്ങളും കൂടുതലാണ്. പഴയ കാലത്ത് ഒരു നാട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മില്ലുണ്ടെങ്കിൽ ഇന്ന് ഓരോ അങ്ങാടിയിലും മില്ലുണ്ട്. അപ്പൊ അങ്ങനെ പൊടിക്കാൻ ആവശ്യമായ മില്ലിന്റെ ദൗർലഭ്യം കൊണ്ടല്ല, ഇങ്ങനെ നേരത്തെ തന്നെ അരിയും റമളാനിലേക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത് എന്തുകൊണ്ടാണ്? പഴയ കാലത്ത് നമ്മുടെ വല്ലിപ്പമാര് വല്യമ്മമാര് അവരോട് ചോദിച്ചാൽ അറിയാം, വിശുദ്ധമായ റമളാനു ശരീഫിന്റെ പുണ്യമാക്കപ്പെട്ട സമയങ്ങൾ, പകലുകൾ ഖുർആനോദാനും ദിക്ർ ചൊല്ലാനും നിസ്കരിക്കാനും അങ്ങനെ ഇബാദത്തുകൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. റമളാനിനെ വിലപ്പെട്ട ഒരു സമയം അരി കഴുകാനും അത് പൊടിക്കാനും
അതിനു വേണ്ടി വിനിയോഗിച്ച് ആ സമയം നഷ്ടപ്പെടരുത് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെയൊക്കെ പിതാക്കന്മാര് ഇത്രയധികം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ അവര് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ സഹോദരന്മാരെ റമദാനിന് എല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 3 സ്വഹാബിമാര്, ആ 2 സ്വഹാബിമാരും നേരത്തെ അവർ യുദ്ധത്തിൽ പോർക്കളത്തിൽ ഇറങ്ങി ഷഹീദായവരാണ്. ഒരു ഹദീസിലൂടെ വിശദീകരിക്കുന്നത് കാണാം. ഈ 2 സ്വഹാബിമാര് വഫാത്തായതിനു ശേഷം, ഷഹീദായതിനു ശേഷം അവർ 2 മരണപ്പെട്ടതിന് ശേഷം പിന്നീട് സാധാരണ ഒരാൾ മരിക്കുന്നത് പോലെ ഒരു വർഷത്തിന് ശേഷം ഈ സ്വഹാബിയും മരണപ്പെട്ടു. അങ്ങനെ സ്വഹാബത്ത് നേരത്തെ മരണപ്പെട്ടു പോയ ആ ഒരു 2 ഷഹീദായ യുദ്ധ പോർക്കളത്തിൽ ഇറങ്ങി ജീവാർപ്പണം നടത്തി ദീനിന് വേണ്ടി പോരാടിയ ആ 2 ശുഹദാക്കളെക്കാൾ വലിയ ഉന്നതമായ പദവികളിൽ ഈ സാധാരണ മരണപ്പെട്ടു പോയ ഈ സ്വഹാബിയെ കണ്ടപ്പോൾ വലിയ സംശയം, അവരെക്കാൾ വലിയ ഫളില് ഈ ഒരു സ്വഹാബിക്ക് കിട്ടാൻ എന്താണ് കാരണം? ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയം പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, അലാ സ്വല്ലാ ബഅദഹുമാ കദാ കദാ സ്വലാ വഅദ്റക റമളാന ഫസാമഹു ഫവല്ലദീ നഫ്സി ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ സ്വഹാബ, ഈ മനുഷ്യൻ പിന്നെയും ഒരു വർഷം ജീവിച്ചില്ലേ? മറ്റേ സ്വഹാബത്ത് അവര് വഫാത്തായി ഷഹീദായതിനു ശേഷം പിന്നെയും ഒരു കൊല്ലം ജീവിച്ചില്ലേ? ആ ഒരു കൊല്ലത്തിൽ അലാ സ്വല്ലാ ബഅദഹുമാ കദാ കദാ സ്വലാ, ഇത്രയെത്ര നിസ്കാരങ്ങളാണ് അവർ നിർവഹിച്ചത്. മാത്രമല്ല ആ ഒരു വർഷത്തിൽ വഅദ്റകഹു റമളാൻ, ആ മനുഷ്യന് വിശുദ്ധമായ റമളാൻ കിട്ടിയില്ലേ? ഫസ്വാമഹു, അതിലയാൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തില്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്കണം. 2 സ്വഹാബിമാര് അവര് യുദ്ധക്കളത്തിൽ പോർക്കളത്തിൽ പോരാടി വിട പറഞ്ഞു പോയവരാണ്, ഷഹീദായവരാണ്. പക്ഷേ പിന്നെയും ഒരു കൊല്ലം ജീവിച്ച സ്വഹാബി 1 കൊല്ലം നിസ്കരിച്ചു. മാത്രമല്ല പിറ്റത്തെ കൊല്ലത്തെ റമളാന് കിട്ടി എന്നത് വലിയ ഫളിന്, ശ്രേഷ്ഠതക്ക്, ബഹുമാനത്തിന്, ഉഖ്റവിയായ വലിയ ദറജ കിട്ടാൻ കാരണമായെങ്കിൽ സഹോദരന്മാരെ നമ്മളും ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സ്വഹാബിമാരും ഈ ഒരു കൊല്ലം പിന്നെയും ജീവിക്കാൻ ആയുസ് കിട്ടിയ സ്വഹാബിയും തമ്മിൽ ആകാശ ഭൂമികളുടെ വൈദൂരമുണ്ട്. അത്രയും വലിയ അന്തരമുണ്ട്. 1 കൊല്ലം റമളാന് കിട്ടിയാൽ അത് വലിയ ഫളിലാണ്. ഒരുപാട് ഇബാദത്തുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് വിശുദ്ധമായ റമളാനു ശരീഫ്. ആ നിലക്ക് അതിന്റെ മഹത്വവും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ റമളാനിനെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ മക്കള് പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മദ്രസയിലും പരീക്ഷകളും പബ്ലിക് എക്സാമിനേഷനും ഒക്കെ ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ കടന്നു വരാനിരിക്കുകയാണ്.